നമസ്കാരം. ടൈം മീഡിയയിലേക്ക് സ്വാഗതം. നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരു അസുഖമൊക്കെ വന്നാൽ നമ്മളെല്ലാവരും അങ്ങ് തളർന്നു പോകും. പഴമക്കാരൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ആശുപത്രിയിലും കോടതി വരാന്തയിലും പോകേണ്ടി വന്നില്ലെങ്കിൽ തന്നെ ജീവിതം പകുതി രക്ഷപ്പെട്ടു എന്ന്. ഒരർത്ഥത്തിൽ അത് ശരിയാണ്. കോടതിയിലേക്ക് എങ്ങാനും ഒരു കേസുമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സിവിൽ കേസൊക്കെ ആണെങ്കിൽ, ആ കേസ് ഇങ്ങനെ ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറകളിലേക്ക് നീണ്ടുപോകുന്നതല്ലാതെ കേസിന് പരിഹാരമൊന്നും ഉണ്ടാവില്ല. ഈ ആശുപത്രി വാസവും അതുപോലൊക്കെ തന്നെയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരിൽ ഒരാൾക്ക് ഗുരുതരമായ ഒരു രോഗമോ അല്ലെങ്കിൽ ആരോഗ്യപരമായ ഒരു ബുദ്ധിമുട്ടോ ഉണ്ടായാൽ നമ്മൾ അവരെ വല്ലാതെ സ്നേഹിക്കുന്നത് കൊണ്ട് എത്രയും വേഗം അവരെ ആശുപത്രിയിൽ എത്തിക്കാൻ നമ്മൾ ശ്രമിക്കും. ആ സമയത്ത് നമ്മൾ ചികിത്സയ്ക്കുണ്ടാകുന്ന ചെലവിനെക്കുറിച്ചൊന്നും അധികം ചിന്തിച്ച് തലപ്പുണ്ടാക്കാറില്ല. നമുക്ക് അവരുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവരെ അസുഖത്തിൽ നിന്ന് വിടുവിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം. എന്നാൽ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് കയ്യിൽ കിട്ടുന്ന ബില്ല് കാണുമ്പോഴാണ് പലപ്പോഴും നമ്മൾ രണ്ടാമതൊന്ന് ഞെട്ടുന്നത്. ഇത്രയും തുക എങ്ങനെ വന്നു എന്ന് പരസ്പരം ചോദിച്ചുകൊണ്ട് നിൽക്കും. അതൊരു വല്ലാത്ത കൺഫ്യൂഷനാണ്. പലപ്പോഴും നമ്മുടെ അറിവില്ലായ്മ മുതലെടുത്തുകൊണ്ട് ആശുപത്രികൾ GST ഇനത്തിലും മറ്റ് സർവീസ് ചാർജുകളിലും വലിയ തുകകൾ നമ്മളിൽ നിന്ന് ഈടാക്കാറുണ്ട്. ഒരു സാധാരണ കൺസൾട്ടേഷന് 18% GST അടയ്ക്കേണ്ടി വരുന്നത് നിയമവിരുദ്ധമാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇന്നത്തെ വീഡിയോയിൽ ഹോസ്പിറ്റൽ ബില്ലിലെ ഈ ചതിക്കുഴികളെക്കുറിച്ചും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അവകാശങ്ങളെക്കുറിച്ചുമാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണം. നമ്മുടെ രാജ്യത്തെ GST കൗൺസിൽ ആരോഗ്യ മേഖലയെ ടാക്സിൽ നിന്നും വലിയ തോതിൽ ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് ഈ വീഡിയോയിലൂടെ കൃത്യമായി പറയാം. ഹോസ്പിറ്റൽ സേവനങ്ങളിൽ എവിടെയൊക്കെയാണ് 0% GST ആകുന്നത് എന്ന് പറയാം. ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഫീ, നഴ്സിംഗ് ചാർജ്, സർജറി ചാർജ്, ലബോറട്ടറി ടെസ്റ്റുകൾ, അതായത് രക്തവും മറ്റും പരിശോധിക്കുക അല്ലെങ്കിൽ സ്കാൻ ചെയ്യുക, MRI ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ICU CCU ചാർജുകൾ എന്നിവയ്ക്ക് GST ഇല്ല. അപ്പോൾ ഇനി നിങ്ങളുടെ കയ്യിൽ ഒരു ബില്ല് വരുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ GST എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇനി മരുന്നുകളുടെ കാര്യത്തിലാകുമ്പോൾ, നിങ്ങൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കുമ്പോൾ നൽകുന്ന മരുന്നുകൾക്കും ഭക്ഷണത്തിനും പ്രത്യേകം GST ഈടാക്കാൻ വ്യവസ്ഥയില്ല എന്നത് നിങ്ങൾ അറിയണം. അത് ചികിത്സയുടെ ഭാഗമായി കാണണം എന്നാണ് പറയപ്പെടുന്നത്. 2022 വന്ന ഒരു നിയമം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ കിടക്കുന്ന മുറിയുടെ വാടക, റൂം റെന്റ്, ഒരു ദിവസം 5000 രൂപയ്ക്ക് മുകളിലാണെങ്കിൽ ആ വാടക തുകയ്ക്ക് മാത്രം GST 5% വരും. എന്നാൽ നിങ്ങൾ ICUവിലാണ് കിടക്കുന്നതെങ്കിൽ റൂം റെന്റ് എത്രയായാലും GST നൽകേണ്ടതില്ല. ഇനി ഹിഡനായിട്ടുള്ള ചില ചാർജുകൾ, മറച്ചു വെച്ചിരിക്കുന്ന ചില ചാർജുകൾ, GST മാത്രമല്ല മറ്റു ചില മേഖലകളിലും ആശുപത്രികൾ അധികമായൊരു തുക ഈടാക്കാറുണ്ട്. അതിൽ പ്രധാനമാണ് കൺസ്യൂമബിൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏർപ്പാട്. ഗ്ലൗസുകൾ, സിറിഞ്ച്, കോട്ടൺ, മാസ്ക് എന്നിവയ്ക്ക് പലപ്പോഴും MRPയേക്കാൾ ഉയർന്ന തുക ബില്ലിൽ വരാറുണ്ട്. ഇത് നിയമവിരുദ്ധമാണ്. പല ആശുപത്രികളും മൊത്തം ബില്ലിന്റെ 10% മുതൽ 15% വരെ അഡ്മിനിസ്ട്രേറ്റീവ് ചാർജ് എന്ന പേരിൽ ചേർക്കാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതെന്തിനു വേണ്ടിയാണെന്ന് ചോദിക്കാനുള്ള അവകാശം എനിക്കും നിങ്ങൾക്കും ഉണ്ട്. നഴ്സിംഗ് ചാർജ് ഓൾറെഡി ബില്ലിലുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് സർവീസ് ചാർജ് എന്ന് ചോദിക്കണം. അതിൽ നിങ്ങൾ മടിക്കേണ്ടതില്ല. ബയോമെഡിക്കൽ വേസ്റ്റ് ചാർജ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വളരെ ചെറിയൊരു തുകയെ അതിൽ വരുന്നുള്ളൂ എങ്കിലും ഇത് ഓരോ രോഗിയിൽ നിന്നും ഈടാക്കുന്നത് ശരിയായ പ്രവണതയല്ല. ഇനി നിങ്ങൾക്കൊരു മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. പലരും വിചാരിക്കുന്നത് ഇങ്ങനെയാണ്, എനിക്ക് ഇൻഷുറൻസ് ഉണ്ടല്ലോ, ബില്ല് എന്തായാലും കമ്പനി കൊടുത്തോളൂ എന്നാണ്. എന്നാൽ ഓർക്കുക, ഇൻഷുറൻസ് കമ്പനികൾ പലപ്പോഴും അനാവശ്യമായിട്ട് വരുന്ന GSTയോ സർവീസ് ചാർജോ കവർ ചെയ്യില്ല. ആ തുക നിങ്ങളുടെ കയ്യിൽ നിന്ന് നോൺ മെഡിക്കൽ എക്സ്പെൻസായി നൽകേണ്ടി വരും. അതുകൊണ്ട് ക്യാഷ്ലെസ് ചികിത്സയാണെങ്കിൽ പോലും ബില്ലിലെ ഓരോ തുകയും ഇഴകീറി നിങ്ങൾ പരിശോധിക്കണം. ഇനി ബില്ലിൽ കൃത്രിമം കണ്ടാൽ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? ഇങ്ങനെ ഒരു തട്ടിപ്പ് ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഹോസ്പിറ്റലിലെ ബില്ലിംഗ് മാനേജറോട് നേരിട്ട് സംസാരിക്കണം. ഈ വിഷയം സംബന്ധിച്ച് നിങ്ങളുടെ അറിവ് അവരെ നിങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുക. നിയമം പറയുമ്പോൾ തന്നെ പലരും ബില്ല് തിരുത്തി നൽകാൻ തയ്യാറാകും. ഇനി ഡീറ്റെയിൽഡ് ബില്ല് ഒട്ടും മടികൂടാതെ ആവശ്യപ്പെടണം. സമ്മറി ബിൽ മാത്രം വാങ്ങാതെ ഓരോ മരുന്നിന്റെയും സർവീസിന്റെയും പേരുള്ള ഡീറ്റെയിൽഡ് ബില്ല് ചോദിച്ച് വാങ്ങുക. ഇനി ഒരു അത്യാവശ്യം വന്നാൽ എവിടെയാണ് പരാതിപ്പെടേണ്ടത്? GST വെബ്സൈറ്റ് വഴിയോ കൺസ്യൂമർ ഫോറം വഴിയോ പരാതി നൽകാം. നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈനിന്റെ നമ്പർ 1915, മറക്കരുത്, 1915. ബില്ലിന്റെ കോപ്പി ഒരു തെളിവായിട്ട് നിങ്ങളുടെ കയ്യിൽ കരുതണം. തെളിവില്ലാതെ ഒരു കോടതിയും നിങ്ങളെ അറ്റൻഡ് ചെയ്യത്തില്ല. നമ്മുടെ ആരോഗ്യം പോലെ തന്നെയാണ് നമ്മളുടെ അധ്വാനത്തിന്റെ ഫലവും. അറിവില്ലായ്മ കൊണ്ട് ആർക്കും നിങ്ങളുടെ പണം കവർന്നെടുക്കാൻ നിങ്ങളായിട്ട് അവസരം നൽകരുത്. ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക. കാരണം ഒരു നേരത്തെ ആശുപത്രി ബില്ല് ഒരു സാധാരണ കുടുംബത്തിന്റെ ചില മാസങ്ങളുടെ തന്നെ ബജറ്റ് തെറ്റിക്കാൻ കാരണമായേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പ്രധാന വിഷയവുമായി വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി, നമസ്കാരം.